കണ്ണൂർ പയ്യന്നൂരിൽ BLO ജീവനൊടുക്കിയ സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. CPM പ്രവർത്തകർ അനീഷിനെ ഭീഷണിപ്പെടുത്തിയെന്നും അന്വേഷണം വേണമെന്നും കോൺഗ്രസ്. ഇരട്ട ജോലി അടിച്ചേൽപ്പിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന BLOമാർ ഇന്ന് ജോലി ബഹിഷ്കരിച്ച് പ്രതിഷേധം. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്ക് മാർച്ച്. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ BJP ജില്ലാ നേതൃത്വത്തിൽ നിന്ന് വിവരങ്ങൾ തേടാൻ അന്വേഷണ സംഘം. ആനന്ദ് തമ്പിയുടെ വീട് സന്ദർശിച്ച് മന്ത്രി V ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കളംമാറ്റിക്കളിയിൽ കുടുങ്ങി മുന്നണികൾ. പത്തനംതിട്ടയിൽ ജില്ലാ പഞ്ചായത്ത് അംഗസ്ഥാനം രാജിവെച്ച CPI അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ. സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ എറണാകുളം കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ A ഗ്രൂപ്പും KC ഗ്രൂപ്പും രംഗത്ത്. സ്ഥാനാർത്ഥിത്വം ലഭിക്കാത്തതിനാൽ ആലപ്പുഴയിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KR ചക്രപാണി CPI സ്ഥാനാർത്ഥിയായി. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് ജ്യോതി ബാബുവിന് ജാമ്യമില്ല. കൊലപാതക കേസായതിനാൽ പെട്ടെന്നെങ്ങനെ ജാമ്യം നൽകാനാകുമെന്ന് കോടതി. വിചാരണ കോടതിയുടെ രേഖകൾ കാണണമെന്നും കോടതി രേഖകൾ വരുന്നതുവരെ ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യവും തള്ളി. ഡൽഹിയിൽ ഭീകരവാദികൾ ലക്ഷ്യമിട്ടത് മുംബൈ രീതിയിലുള്ള സ്ഫോടനം. ആമിർ റഷീദ് അലിയെ 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതം. അൽ ഫലാഹ് സർവകലാശാലയിലെ കൂടുതൽ ഡോക്ടർമാരെ ചോദ്യം ചെയ്യും. സൂത്രധാരനെ തേടി NIA അഫ്ഗാനിസ്ഥാനിലേക്ക്. മക്കയിൽ വാഹനാപകടത്തിൽ 42 മരണം. ദുരന്തം ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിച്ച്. അപകടത്തിൽപ്പെട്ടത് ഇന്ത്യക്കാരുമായി മദീനയിലേക്ക് യാത്ര പോയ ബസ്. മരിച്ചവരിൽ 11 കുട്ടികളും ഒരാൾ രക്ഷപ്പെട്ടതായി റിപ്പോർട്ട്. സംഘത്തിലുണ്ടായിരുന്നത് ഹൈദരാബാദിൽ നിന്നുള്ളവർ. മനുഷ്യത്വത്തിനെതിരായ കുറ്റകൃത്യങ്ങളുടെ പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയെന്ന് കണ്ടെത്തൽ. മാനവികതയ്ക്കെതിരെ കുറ്റം ചെയ്തതിന് തെളിവുണ്ടെന്ന് കോടതി വിധി പറയുന്നത്. ധാക്കയിലെ പ്രത്യേക ട്രിബ്യൂണൽ. തെരുവിലിറങ്ങി പ്രതിഷേധിക്കുമെന്ന അവാമി ലീഗിന്റെ ആഹ്വാനത്തിൽ രാജ്യത്ത് അതീവ ജാഗ്രത. ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടിയ സാഹചര്യത്തിൽ അയൽ രാജ്യത്തെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ച് ഇന്ത്യ. കണ്ണൂരിലെ BLOയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംസ്ഥാനത്ത് നിന്ന് BLOമാർ ജോലി ബഹിഷ്കരിക്കുകയാണ്. സംസ്ഥാനത്തെ 25,000-ഓളം BLOമാരാണ് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും സംഘടനകളുടെ സംയുക്ത സമരസമിതിയുടേതാണ് തീരുമാനം. സംസ്ഥാന വ്യാപകമായി NGO അസോസിയേഷൻ പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും. ചീഫ് ഇലക്ടറൽ ഓഫീസിലേക്കും സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ട്രേറ്റിലേക്കും പ്രതിഷേധ മാർച്ചും BLOമാർ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ സെക്രട്ടേറിയറ്റിലേക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ആ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഈ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുമ്പോൾ അവർ ആശങ്കപ്പെടുന്നത് ഞങ്ങളുടെ പേര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷനിൽ നിന്നും വെട്ടിമാറ്റപ്പെടാൻ പോകുന്നു. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ 10 മിനിറ്റ്. രണ്ടാമത്തത് എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ വരുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വീണ്ടും 10 മിനിറ്റ്. മൂന്നാമത്തേത് അതിനകത്ത് വെളിയിൽ 3 ഗേറ്റ് ഉണ്ടാവും. ആ 3 ഗേറ്റില് ബെല്ലടിച്ച് ആ വെയിലും കൊണ്ട് മഴയും കൊണ്ട് വെളിയിൽ കാത്തുനിന്ന് അവിടുന്ന് പെർമിഷൻ കിട്ടി വീട്ടിനകത്തേക്ക് കയറണമെങ്കിൽ വേണം 10 മിനിറ്റ്. അങ്ങനെ 10 അങ്ങനെ 20-30 മിനിറ്റ് എടുത്ത് ഒരു വീട്ടില് കൊടുക്കുമ്പോഴാണ് ഈ നോട്ടീസ് സർവ് ചെയ്യാൻ സാധിക്കുന്നത്. നോട്ടീസ് സർവ് ചെയ്താൽ മാത്രം മതിയോ? നോട്ടീസ് സർവ് ചെയ്താൽ മാത്രം പോരാ. ആ നോട്ടീസിലുള്ള വിവരങ്ങൾ പൂരിപ്പിക്കണം. ആ പൂരിപ്പിച്ച് അത് തിരിച്ച് അപ്ലോഡ് ചെയ്യണം. ഇതാണ് ആ പ്രക്രിയ എന്ന് പറയുന്നത്. നവംബർ മാസം 4-ാം തീയതി 1000 വോട്ടർമാരുള്ള സ്ഥലത്ത് 300 ഫോറം കൊടുത്തു. 300 ഫോറം കൊടുത്തതിന് ശേഷം പറഞ്ഞു നിങ്ങൾ 2 ദിവസം കൊണ്ട് ഇത് അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞു. എങ്ങനെ 2 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യും? എങ്ങനെയാണ് 2 ദിവസം കൊണ്ട് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നത്? പരമാവധി രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ. BLOയുടെ ആത്മഹത്യയിൽ CPMന് പങ്കുണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM ഭീഷണിയും ജോലി സമ്മർദ്ദവുമാണ് മരണകാരണം. ആത്മഹത്യയിൽ ഗൗരവമായ അന്വേഷണം വേണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യം ഗൗരവമായി പഠിക്കണമെന്നും BJPയുടെ ദുരുദ്ദേശം മറ്റൊരു തലത്തിൽ ദുരുദ്ദേശത്തോടെ തന്നെ CPM നടപ്പാക്കുന്നുവെന്നും അദ്ദേഹം ആരോപിച്ചു. BLOയുടെ ആത്മഹത്യ വളരെ ഗൗരവതരമായ ഒരു അന്വേഷണത്തിന് വിധേയമാക്കണം. അതിൽ CPM പ്രവർത്തകരുടെ പങ്കുകൂടി ഉണ്ട് എന്നാണ്
പ്രാഥമികമായ അന്വേഷണത്തിൽ വെളിപ്പെടുത്തുന്നത്. കോൺഗ്രസിൻ്റെ BLA ഈ SIRന്റെ പ്രവർത്തനങ്ങൾക്ക് ഈ BLO കൊണ്ടുപോയതിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു CPM നേതാക്കൾ. കണ്ണൂരിൽ BLO ആത്മഹത്യ ചെയ്ത സംഭവം വേദനാജനകമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. സംഭവത്തിൽ വസ്തുനിഷ്ഠമായ അന്വേഷണം വേണമെന്നും കുറ്റക്കാരെ സംരക്ഷിക്കരുതെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. BLOമാർക്ക് മേൽ രാഷ്ട്രീയ പക്ഷപാത സമ്മർദ്ദമുണ്ട്. BLO സമരത്തെ കോൺഗ്രസ് പിന്തുണയ്ക്കുന്നുവെന്നും SIRൽ നിലവിലെ നടപടികൾ പ്രായോഗികമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. പയ്യന്നൂരിലെ BLO അനീഷ് ജോർജിൻ്റെ ആത്മഹത്യ വളരെയേറെ വേദനാജനകമാണ്. അദ്ദേഹത്തിന് ജോലി ഭാരം അദ്ദേഹത്തെ അലട്ടിയിരുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ BLA കൂടെ കൂട്ടിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ CPMൻ്റെ BLA ഭീഷണിപ്പെടുത്തുകയും അതിൻ്റെ പേരിലുള്ള ടെൻഷൻ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. SIRൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് മുസ്ലിം ലീഗ്. SIR പൂർത്തിയാക്കാൻ അനുവദിച്ച സമയപരിധി നീട്ടണമെന്ന കോടതിയോട് ആവശ്യപ്പെടുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ. BLO അനീഷ് ജോർജിന്റെ മരണം കൂടി ഉൾപ്പെടുത്തി സുപ്രീം കോടതിയിൽ ഹർജി നൽകിയെന്നും അമിത സമ്മർദ്ദം ഒഴിവാക്കണമെന്നും PK കുഞ്ഞാലിക്കുട്ടിയും ആവശ്യപ്പെട്ടു. CPI വിട്ട പത്തനംതിട്ട മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ കോൺഗ്രസിൽ ചേർന്നു. KPCC ഓഫീസിലെത്തിയ ശ്രീനാദേവിയെ അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും ACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. അധികാരമല്ല, ആദർശമാണ് തനിക്ക് വലുതെന്ന് ശ്രീനാദേവി പറഞ്ഞു. CPIയിൽ നിന്ന് ഏറെ അവഗണന നേരിട്ടുവെന്നും ഇരയായി മാറിയെന്നും ശ്രീനാദേവി ആരോപിച്ചു. ഒട്ടനവധി വിഷയങ്ങൾ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്തളങ്ങളിൽ എനിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് നിരവധി പരാതികൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അഴിമതിക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളതുകൊണ്ട് ഒരുപാട് ആഭ്യന്തരമായി ഒരുപാട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും എൻ്റെ ചോദ്യം ബാക്കിയാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട്, ഞാൻ ചെയ്ത തെറ്റെന്തായിരുന്നു എന്നുള്ളത്. ആലപ്പുഴയിൽ കോൺഗ്രസ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി CPI സ്ഥാനാർത്ഥി തൈക്കാട്ടുശ്ശേരി ബ്ലോക്ക് ജനറൽ സെക്രട്ടറി KR ചക്രവാണിയാണ് പാർട്ടി വിട്ടത്. സ്ഥാനാർത്ഥിത്വം വാഗ്ദാനം ചെയ്തിട്ടും നൽകാത്തതിനെ തുടർന്നാണ് CPIയിൽ ചേർന്നത്. 40 വർഷമായി കോൺഗ്രസ് പ്രവർത്തകനാണ് ചക്രവാണി. കോൺഗ്രസ് സീറ്റിൽ പഞ്ചായത്ത് മെമ്പറായിരുന്നു. മുൻ മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ് ചക്രവാണി. ഗ്രൂപ്പുകൾ പാർട്ടി കീഴടക്കുന്നുവെന്നാരോപിച്ചാണ് പാർട്ടി മാറ്റം. ചേന്നം പള്ളിപ്പുറം പഞ്ചായത്തിലെ 10ാം വാർഡിൽ ചക്രവാണി ജനവിധി തേടും. തിരുവനന്തപുരത്ത് RSS പ്രവർത്തകൻ ആനന്ദ് തമ്പി ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തും. ആനന്ദ് സന്ദേശമയച്ച സുഹൃത്തുക്കളിൽ നിന്നാകും ആദ്യം മൊഴി ശേഖരിക്കുക. BJP ജില്ലാ നേതൃത്വത്തെയും പോലീസ് സമീപിക്കും. ഏതെങ്കിലും ഘട്ടത്തിൽ ആനന്ദിനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നുവെന്ന് പരിശോധിക്കും. ആനന്ദിന്റെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി നൽകും. RSS പ്രവർത്തകന്റെ ആത്മഹത്യയിൽ BJPക്കെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2 പേർ ആത്മഹത്യ ചെയ്തു. സാമ്പത്തികമായ ഗുരുതര ആരോപണങ്ങളാണ് നേതാക്കൾക്കെതിരെ ഉയരുന്നത്. MS കുമാർ അടക്കം ഗൗരവമായ ആരോപണം ഉന്നയിക്കുന്നുവെന്നും ആ BJPയുമായി ബന്ധമുണ്ടാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. BJPയിൽ നടക്കുന്നത് ഇപ്പോൾ 2 ആത്മഹത്യകൾ കഴിഞ്ഞു. BJP പ്രവർത്തകരുടെ 3ാമതൊരു ആത്മഹത്യാ ശ്രമം നടന്നു. ഈ ആത്മഹത്യയിൽ ഉടനീളം കുറിപ്പുകളിൽ പറയുന്നത് വളരെ കരിനിഴൽ വീണ BJP നേതാക്കളുടെ സാമ്പത്തികമായ ബന്ധങ്ങളെക്കുറിച്ചാണ്. സാമ്പത്തികമായിട്ടുള്ള ഷെയ്ഡി ആയിട്ടുള്ള ഏർപ്പാടുകൾ BJP നേതാക്കൾ നടത്തിയതാണ് ഈ 2 ആത്മഹത്യ ചെയ്തവർ 2 പേരും പുറത്തു പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. തൃക്കണ്ണാപുരത്ത് BJP പ്രവർത്തകനായിരുന്ന ആനന്ദ് K തമ്പി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ BJP നേതാക്കളെ പോലീസ് ചോദ്യം ചെയ്യും. ആത്മഹത്യാ കുറിപ്പിൽ പേരുള്ളവരെ ചോദ്യം ചെയ്യാനാണ് പൂജപ്പുര പോലീസിന്റെ നീക്കം. തെളിവ് ലഭ്യമായാൽ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയുള്ള അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്ന് സൂചനയുണ്ട്. ആത്മഹത്യ ചെയ്ത BJP പ്രവർത്തകൻ ആനന്ദ് K തമ്പിയുടെ കുടുംബത്തെ ആശ്വസിപ്പിക്കാൻ മന്ത്രി V ശിവൻകുട്ടി വീട്ടിലെത്തി. കടകംപള്ളി സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടറി V ജോയ്, M വിജയകുമാർ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി BJP RSSന്റെ നേതൃത്വത്തിൽ ഉള്ള ഭീഷണിയുടെ ഫലമായി നിരവധി ആൾക്കാർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ആ കുടുംബത്തോടുള്ള ഒരു ഞങ്ങളും ആ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി എന്റെ മണ്ഡലത്തിലാണ് നടന്നിരിക്കുന്നത്. ആ നിലയിലാണ് ഞങ്ങളിവിടെ സന്ദർശിച്ചത്.
ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഇന്നലെ അറസ്റ്റിലായ ഉമറിന്റെ സഹായി അമീർ റഷീദ് അലിയെ 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടു. പട്യാല ഹൗസ് കോടതിയിലാണ് ഇയാളെ ഹാജരാക്കിയത്. കോടതിയിൽ അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു. വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ അമീർ റാഷിദിന്റെ പങ്ക് എന്ത് എന്നാണ് അറിയാനുള്ളത്. 10 ദിവസത്തെ NIA കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു. അതേസമയം തന്നെ അന്വേഷണം അഫ്ഗാനിസ്ഥാനിലേക്ക് വരെ ഈ ആക്രമണത്തിന്റെ ആസൂത്രണം നടന്ന ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാനിലാണ് എന്ന വിലയിരുത്തലിൽ അഫ്ഗാനിസ്ഥാനിലേക്ക് കൂടി അന്വേഷണം നീട്ടാനുള്ള നീക്കം NIA നടത്തുന്നുണ്ട്. സ്വപ്ന, ഈ കേസിലെ ഏറ്റവും നിർണായക പ്രതിയാണ് ഈ അമീർ റാഷിദ് അലി എന്ന് പറയുന്ന അമീർ റാഷിദ് അലിയുടെ രേഖകൾ ഉപയോഗിച്ച് അമീർ റാഷിദ് അലിയാണ് ഈ ഉമർ നബിക്ക് ഈ കാർ എടുത്തു കൊടുക്കുന്നത്, I-20 വാഹനം എടുത്തു കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഈ അമീറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരുന്നു. ഇന്നലെയാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷം ഇന്നിപ്പോൾ NIA കോടതി, ഡൽഹി NIA കോടതിയിലേക്ക്, പട്യാല ഹൗസ് കോടതിയിലേക്ക് ഹാജരാക്കി 10 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അത് കോടതി അംഗീകരിക്കുകയായിരുന്നു. കാരണം ഈ അമീറിനെ ചോദ്യം ചെയ്തതിൽ മാത്രമാണ് കൂടുതൽ ആളുകളിലേക്ക് കാര്യങ്ങൾ എത്തുകയുള്ളൂ. മാത്രമല്ല വലിയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് അമീറിനെ കസ്റ്റഡിയിൽ കിട്ടണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യപ്പെട്ടത്. കൃത്യമായ ഗൂഢാലോചന ഇതിന്റെ പേരിൽ നടത്തുന്നുണ്ട്. നേരത്തെ തന്നെ അമീർ ഡൽഹിയിലേക്ക് എത്തി വാഹനം സ്വന്തമാക്കുന്നു, അത് മറ്റൊരു സ്ഥലത്ത് സൂക്ഷിക്കുന്നു. അതിനുശേഷമാണ് ഉമർ നബിയിലേക്ക് വാഹനം കൈമാറുന്നത്. അതിനിടയിൽ തന്നെ പിന്നീട് അമീർ തിരിച്ച് ജമ്മു കാശ്മീരിലേക്ക് പോവുകയും ജമ്മു കാശ്മീരിലെ സാംബോറ മേഖലയിലാണ് അമീറിന്റെ വീടുള്ളത്. അവിടെ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം പിന്നീട് ഡൽഹിയിൽ തന്നെ എത്തിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ എത്തി. തുടർന്നാണ് കൃത്യമായ വിവരങ്ങളൊക്കെ തന്നെ ലഭ്യമാവുന്നത്. ഏതായാലും ഇതിന്റെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന് ദേശീയ അന്വേഷണ ഏജൻസി കോടതിയെ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 10 ദിവസം കസ്റ്റഡിയിൽ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അകത്ത് ഏറ്റവും നിർണായകമായ സൂത്രധാരൻ എന്ന് പറയുന്നത് മുസാഫർ അഹമ്മദാണ്. അതായത് ആദിൽ അഹമ്മദ് അൽഫലാഹ് ഹോസ്പിറ്റലിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് തന്നെ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ആദിൽ അഹമ്മദ് നിലവിൽ ദേശീയ അന്വേഷണ ഏജൻസിയുടെ കസ്റ്റഡിയിൽ തന്നെയാണ്. ഈ ആദിൽ അഹമ്മദിന്റെ സഹോദരൻ മുസാഫർ അഹമ്മദ് തന്നെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട സൂത്രധാരൻ. ഇയാൾ അഫ്ഗാനിസ്ഥാനിലുണ്ടെന്ന് നേരത്തെ അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ ലഭിച്ചിരുന്നു. ഇയാളെ കണ്ടെത്താനും മറ്റ് രാജ്യത്തേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള നടപടികൾ ഇപ്പോൾ അന്വേഷണ സംഘം ആരംഭിച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വളരെ കൃത്യമായ ഒരു അന്വേഷണമാണ് ഇതിന്റെ അകത്ത് മുന്നോട്ട് വെക്കുന്നത്. ഒരു തരത്തിലും വിട്ടുവീഴ്ച ഉണ്ടാകുന്ന കർശന നിർദ്ദേശം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്വപ്ന, ഊർജിതമായ അന്വേഷണവുമായി NIA മുന്നോട്ട് പോകുന്നു. ചെങ്കോട്ട ഭീകരാക്രമണത്തിൽ ഇന്നലെ അറസ്റ്റിലായ ഉമറിന്റെ സഹായി അമീർ റാഷിദ് അലി 10 ദിവസത്തെ NIA കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. പ്രശാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. ഈ മണിക്കൂറിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. ബംഗ്ലാദേശിൽ നിന്ന് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയെന്ന ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ്. കൂട്ടക്കൊലയടക്കമുള്ള കേസുകളിലാണ് വിധി. മാനവികതയ്ക്കെതിരെ കുറ്റം ചെയ്തതിന് തെളിവുണ്ടെന്ന കോടതി. ഹസീനയ്ക്കെതിരായ കേസിൽ വിധി വന്ന സാഹചര്യത്തിൽ ബംഗ്ലാദേശിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചു. അവാമി ലീഗ് തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. തെരുവിൽ ഇറങ്ങുന്നവരെ കർശനമായി നേരിടുമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരും പ്രഖ്യാപിച്ചു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഐശ്വര്യ ചേരുകയാണ്. ഐശ്വര്യ, ബംഗ്ലാദേശിന്റെ മുൻ പ്രധാനമന്ത്രി എന്ന് വേണം നമ്മളിപ്പോൾ പറയാൻ. ഷെയ്ഖ് ഹസീന കുറ്റക്കാരിയാണ് എന്ന് ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുകയാണ്, ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണൽ കണ്ടെത്തിയിരിക്കുകയാണ്. സ്വാഭാവികമായും നമ്മൾ ഈ ഒരു വിധി, ഇത്തരത്തിലുള്ള ഒരു കോടതിയുടെ നിരീക്ഷണം നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതുമാണ്. ഇനി വധശിക്ഷ തന്നെ വിധിക്കുമെന്നാണ് പൊതുവെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. അതുതന്നെയാണോ ഉണ്ടാവുക എന്നാണ് ഇനി അറിയേണ്ടത്. ഒപ്പം കഴിഞ്ഞ ഒരു വർഷമായി, അതായത് 2024 ഓഗസ്റ്റ് 24 മുതൽ അവർ ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ അവർ ഉണ്ടോ ഇല്ലയോ എന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് പോലും വ്യക്തമായ ഒരു ഉത്തരം നമ്മുടെ വിദേശകാര്യ മന്ത്രാലയം അടക്കം പുറത്തുവിട്ടിരുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ അയൽ രാജ്യത്തിലെ അശാന്തി ഇന്ത്യ എങ്ങനെ നോക്കിക്കാണുന്നു? ഷെയ്ഖ് ഹസീനയുടെ ഭാവി എന്ത്? നമ്മുടെ തൊട്ടടുത്ത അയൽരാജ്യമായ ബംഗ്ലാദേശിന് സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അസാധാരണമായ പ്രക്ഷോഭങ്ങൾക്കായിരിക്കും. സ്വപ്നയെ സൂചിപ്പിച്ചതുപോലെ, അതായത് ഈ ബംഗ്ലാദേശ് ഇന്റർനാഷണൽ ക്രൈംസ് ട്രിബ്യൂണലാണ് ഇപ്പോൾ ഈ ഒരു കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത്. 453 പേജുകളുള്ള വിധി പ്രസ്താവമാണ് കോടതി വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിധി പ്രസ്താവത്തിൻ്റെ തുടക്കത്തിൽ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഷെയ്ഖ് ഹസീന കുറ്റക്കാരി എന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. കുറ്റക്കാരിയാണെന്ന് മാത്രമല്ല, ഈ ചീഫ് മെമ്പർ ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്
വധശിക്ഷ തന്നെ ഷെയ്ഖ് ഹസീനയ്ക്ക് വിധിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഈ ഒരു ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലയളവിൽ അവരുടെ ഈ ആഭ്യന്തരമന്ത്രി ആയിരുന്ന അസദുദ്ദീൻ ഖാനും കൂടാതെ പോലീസ് ഇൻസ്പെക്ടറിനും വധശിക്ഷ കൊടുക്കണമെന്നാണ് ഈ ഒരു വിധി പ്രസ്താവത്തിന് മുൻപ് ഈ ഒരു കേസ് പരിഗണിക്കവേ ഈ ചീഫ് പ്രോസിക്യൂട്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഏവരും ഉറ്റുനോക്കുന്നത് ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ കൊടുക്കുമോ ഇല്ലയോ എന്നുള്ളതാണ്. എന്താണ് ഈ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ എന്ന് വെച്ചാൽ ഈ സംഭവം നടക്കുന്നത് 2014 2024 ജൂലൈ 15 ഓഗസ്റ്റ് 15 ഇടയ്ക്ക് വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ അരങ്ങേറിയത്. സംവരണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരുന്നു അവിടെ ഉടലെടുത്തിരുന്നത്. 56% സർക്കാർ ജോലികളിൽ 56% സംവരണമാണ്. അതിൽ 30% അവിടെയുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ നടക്കുന്നത് അവിടെയുള്ള അവാമി ലീഗിൻ്റെ ഈ പാർട്ടി പ്രവർത്തകർക്കും അവരുടെ കുടുംബങ്ങൾക്കുമാണ് ഈ ഒരു സംവരണം അനുവദിച്ചിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവിടെ വലിയ രീതിയിലുള്ളൊരു പ്രക്ഷോഭം, വിദ്യാർത്ഥി പ്രക്ഷോഭം അരങ്ങേറിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കോടതിയിൽ നിന്ന് വിധി വരികയും ഈ സംവരണം കൊടുക്കണമെന്നുമാണ് ബംഗ്ലാദേശ് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ ഒരു സംവരണം നടപ്പാക്കാൻ സർക്കാർ ഒരുങ്ങുകയും അതിനെതിരെ വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് അരങ്ങേറിയത്. ഇതിനെതിരെ ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്താനായി അവിടെ ഈ കൂട്ടക്കൊലകളും കൂടാതെ വധശ്രമവും നടന്നുവെന്നും ഇതിനായി നേതൃത്വം കൊടുത്തത് അവാമി ലീഗിന്റെ നേതാവും കൂടാതെ അന്നത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹസീനയാണ് ഇതിൽ നേതൃത്വം കൊടുത്തതെന്നാണ് പറയുന്നത്. ഈ ഒരു കേസ് പരിഗണിച്ചുകൊണ്ടാണ് ഈ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയെ അറസ്റ്റ് ചെയ്തതിലേക്കും ഈ കേസ് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഒരു സമയത്ത് ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണുള്ളത്, ഇന്ത്യയിലാണ് രാഷ്ട്രീയ അഭയം പ്രാപിച്ചത്. സ്വപ്ന സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലുണ്ടോ എന്ന് സംബന്ധിച്ച് ഒരു മറുപടിയും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ചിട്ടില്ല. കൂടാതെ ഈ ഇടക്കാല സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത് ഇന്ത്യയിലല്ല എവിടെയാണെങ്കിലും ഷെയ്ഖ് ഹസീനയെ പിടിച്ച് ശിക്ഷ നടപ്പാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന മിനിറ്റുകൾ ഏറെ നിർണായകമാണ് ബംഗ്ലാദേശിനെ സംബന്ധിച്ചും ഇന്ത്യയെ സംബന്ധിച്ചും. തീർച്ചയായും ഐശ്വര്യ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം തേടിയിരിക്കുകയാണ്. സ്വാഭാവികമായും രാഷ്ട്രീയ അഭയം തേടുന്ന വ്യക്തിക്ക് ലഭിക്കുന്ന ചില അവകാശങ്ങളൊക്കെ ഷെയ്ഖ് ഹസീനയ്ക്കും ബാധകമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ എന്ത് നടപടികൾ, എന്ത് സമ്മർദ്ദമായിരിക്കും ഇന്ത്യയിൽ ചുമത്തുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനിരിക്കുന്നത്. ഒപ്പം ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷയാണോ വിധിക്കുക എന്നതും വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് ജ്യോതി ബാബുവിന് ജാമ്യം നൽകാതെ സുപ്രീംകോടതി. ടി.പി. വധക്കേസ് ഒരു കൊലപാതക കേസാണെന്നും പെട്ടെന്ന് എങ്ങനെ ജാമ്യം നൽകുമെന്നും സുപ്രീംകോടതി ചോദിച്ചു. കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതിയുടെ രേഖകൾ കാണണമെന്നും കോടതി പറഞ്ഞു. രേഖകൾ വരുന്നതുവരെ ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. ജാമ്യം നൽകരുതെന്ന് വ്യക്തമാക്കി കെ രമ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ഭരണകക്ഷിയിൽപ്പെട്ട ആളായതിനാലാണ് സർക്കാർ എതിർക്കാത്തതെന്നും ജ്യോതി ബാബുവിന് ജാമ്യം നൽകരുതെന്നുമായിരുന്നു കെ രമയുടെ വാദം. ജസ്റ്റിസ് MM സുരേഷ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി പട്ടികയ്ക്കെതിരെ എറണാകുളം കോൺഗ്രസിൽ പൊട്ടിത്തെറി. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെതിരെ A ഗ്രൂപ്പും KC ഗ്രൂപ്പും രംഗത്ത് വന്നു. കീഴ്മാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയാണ് തർക്കം. PA മുക്താറിനെയാണ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരിക്കുന്നത്. ഇത് മുഹമ്മദ് ഷിയാസിന്റെ ഏകപക്ഷീയമായ തീരുമാനമാണെന്നാണ് A ഗ്രൂപ്പിന്റെ ആരോപണം. TH മുസ്തഫയുടെ സഹോദരൻ TH ജബ്ബാറിന്റെ പേരാണ് ആദ്യം പരിഗണിച്ചിരുന്നത്. അത് മാറ്റിയതിലാണ് എതിർ ഗ്രൂപ്പുകൾക്ക് പരാതിയുള്ളത്. എന്നാൽ പ്രശ്നങ്ങളില്ലെന്നും ഒരുമിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്ക് പരാതി നൽകി മുട്ടടയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ്. വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിലാണ് പരാതി. കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോർപ്പറേഷൻ മുട്ടട വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി. സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്നും പേര് നീക്കം ചെയ്തതിലുള്ള പരാതിയിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ കളക്ടറാണ് ഇനി തീരുമാനമെടുക്കേണ്ടത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കോർപ്പറേഷൻ പരിധിയിലെ വോട്ടർ ആയിരിക്കണമെന്ന നിബന്ധനയുണ്ട്. എന്നാൽ സപ്ലിമെന്ററി വോട്ടർ പട്ടികയിൽ നിന്നും പേര് ഒഴിവാക്കപ്പെട്ടതോടെ വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി. ഇതോടെയാണ് ജില്ലാ കളക്ടറെ വൈഷ്ണ സമീപിച്ചത്. നമുക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസത്തിൽ നമ്മൾ ഇവിടുന്ന് പോവാണ്.
അപ്പോൾ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ADM-നെ കണ്ടു പരാതി കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം ഡയറക്റ്റ് പരാതി വാങ്ങിച്ചിട്ടുമുണ്ട്. മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും ജില്ലാ കളക്ടറെ നേരിട്ട് കാണാൻ സാധിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. കളക്ടറെ സംബന്ധിച്ച് കളക്ടറെ ഞങ്ങൾ പരാതി കൊടുക്കാൻ ചെന്ന സമയത്ത് കളക്ടർ ഞങ്ങൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങൾ ആ കുട്ടി ഒരു പരാതിയായിട്ട് പറഞ്ഞിട്ടില്ല. ഇത്രയും നേരം കാത്ത് അത് ആരുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള പരിശോധിച്ച് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്തിനിങ്ങനെ ഭയപ്പെടുന്നു? പരാതിയിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. പ്രതികളായ കോൺഗ്രസ് നേതാവ് R. ചന്ദ്രശേഖരനും മുൻ MD PA രതീഷിനും സർക്കാർ എന്തിനാണ് സംരക്ഷണം ഒരുക്കുന്നതെന്ന് കോടതി ചോദിച്ചു. 2 പ്രതികളെയും പ്രോസിക്യൂട്ട് ചെയ്യാൻ CBIക്ക് അനുമതി നൽകാത്ത സംസ്ഥാന സർക്കാരിന്റെ നിലപാടിലാണ് വിമർശനം. ആലപ്പുഴ ഗവൺമെന്റ് ദന്തൽ ആശുപത്രിയിൽ സീലിംഗ് അടർന്ന് രോഗിയുടെ ദേഹത്ത് വീണു. എക്സ്റേ റൂമിന് മുന്നിലെ ബോർഡ് കൊണ്ട് നിർമ്മിച്ച സീലിംഗ് ആണ് അടർന്നു വീണത്. എക്സ്റേ എടുക്കാൻ എത്തിയതായിരുന്നു ഇവർ. 3 മാസം മുൻപാണ് ഇവിടെ സീലിംഗ് ഘടിപ്പിച്ചത്. നേരത്തെ പഴയ കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന ആശുപത്രി ഏതാനും മാസം മുൻപാണ് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയത്. മക്കയിൽ വാഹനാപകടത്തിൽ 42 മരണം. മക്കയിൽ നിന്നും മദീനയിലേക്ക് പോയ ഇന്ത്യക്കാർ യാത്ര ചെയ്തിരുന്ന ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. തീർത്ഥാടകർ സഞ്ചരിച്ച ബസ് ഡീസൽ ടാങ്കറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഹൈദരാബാദിൽ നിന്നുള്ളവരാണ് സംഘത്തിലുള്ളത് എന്നാണ് വിവരം. ഈ സംഘത്തിൽ അധികവും സ്ത്രീകളും കുട്ടികളുമാണ് ഉൾപ്പെട്ടിരുന്നത്. ഇന്ത്യൻ സമയം രാത്രി 1:30യോടെയായിരുന്നു അപകടമുണ്ടായത്. മദീനയിൽ നിന്നും 160 കിലോമീറ്റർ അകലെ മുഹറാസ് എന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത് എന്നാണ് വിവരം. ബസ്സിൽ എത്ര പേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് ഇനിയും കൃത്യമായ വിവരമില്ല. 11 സ്ത്രീകളും 10 കുട്ടികളും മരിച്ചുവെന്ന് അനൌദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. അപകടത്തിൽ 25-കാരൻ അബ്ദുൾ ഷെയ്ബ് മുഹമ്മദ് രക്ഷപ്പെട്ടു. ഇദ്ദേഹം ചികിത്സയിലാണ്. സൗദി സിവിൽ ഡിഫൻസ് എത്തിയാണ് തീയണച്ചത്. മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിലാണ്. തിരിച്ചറിയൽ നടപടികൾക്ക് കൂടുതൽ സമയം എടുത്തേക്കുമെന്നും അധികൃതർ അറിയിച്ചു. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി ശബരിമല നട തുറന്നതോടെ ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ തിരക്ക് കൂടുകയാണ്. വൃശ്ചിക പുലരിയിൽ പുതിയ മേൽശാന്തിമാരാണ് ശബരിമല മാളികപ്പുറം ക്ഷേത്ര നട തുറന്നത്. ശരണഘോഷമുഖരിതമായ അന്തരീക്ഷത്തിൽ പുലർച്ചെ 3-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ പുതിയ മേൽശാന്തി ED പ്രസാദ് നമ്പൂതിരിയാണ് ശബരിമല നട തുറന്നത്. പുതിയ മേൽശാന്തി മനു നമ്പൂതിരി മാളികപ്പുറം നടയും തുറന്നു. മണ്ഡല മകരവിളക്ക് പൂജകൾക്കായി നട തുറന്നതോടെ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിലവിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ഭക്തരുടെ ബുക്കിംഗ് അടുത്ത മാസം 2-ാം തീയതി വരെ പൂർണ്ണമാണ്. ദിനവും 70,000 പേർക്ക് വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്ത് ദർശനം നടത്താം. 20,000 പേർക്ക് സ്പോട്ട് ബുക്കിങ്ങിന് അവസരമുണ്ട്. ദിനവും 90,000-ഓളം ഭക്തരാണ് ശബരിമലയിൽ ദർശനം നടത്തുന്നത്. ആദ്യ ദിനം മരക്കൂട്ടം വരെ നീണ്ട ക്യൂവിൽ നിയന്ത്രണത്തിന് ആവശ്യമായ പോലീസുകാർ ഇല്ലാഞ്ഞത് പാളിച്ചയായി. ഇന്നു മുതൽ ഡിസംബർ 27 വരെയാണ് മണ്ഡല ഉത്സവകാലം. മകരവിളക്ക് ഉത്സവത്തിനായി ശബരിമല ക്ഷേത്രനട ഡിസംബർ 30-ന് തുറക്കും. 2026 ജനുവരി 14-നാണ് മകരവിളക്ക്. അമൃത ന്യൂസ്, സന്നിധാനം. ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക സംഘം സന്നിധാനത്ത് വിദഗ്ധ പരിശോധന തുടങ്ങിയിട്ടുണ്ട്. ശബരിമല ശ്രീകോവിലെ കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം എന്നിവിടങ്ങളിൽ നിന്നും സ്വർണം, ചെമ്പ് എന്നിവയുടെ സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കും. ഉച്ചയ്ക്ക് നട അടച്ച ശേഷം തന്ത്രിയുടെ അനുമതിയോടെയാണ് സാമ്പിൾ ശേഖരണത്തിലേക്ക് കടന്നത്. നഷ്ടപ്പെട്ട സ്വർണത്തിന്റെ അളവും മൂല്യവും പരിശോധിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ SP ശശിധരനും സംഘവും ഇന്നലെ മുതൽ സന്നിധാനത്ത് ഉണ്ട്. കോഴിക്കോട് മലാപ്പറമ്പിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വീടുകളിലേക്ക് വെള്ളവും ചെളിയും കയറി. പുലർച്ചെ 2:30യോടെയാണ് വീടുകളിലേക്ക് വെള്ളം കയറിയത്. ശക്തമായ ജലപ്രവാഹത്തെ തുടർന്ന് സമീപത്തെ വീടിന്റെ മതിലും പൊളിഞ്ഞു. മലാപ്പറമ്പ് ഫ്ലോറിക്കൻ റോഡിലാണ് അപകടം. വലിയ ഗർത്തം രൂപപ്പെട്ടതിനാൽ ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തിയാണ് വെള്ളം ഒഴുകുന്നത് നിർത്തിയത്. കുടിവെള്ള വിതരണത്തിന്റെ പ്രധാന പൈപ്പാണ് പൊട്ടിയത് എന്നതിനാൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാൻ സമയമെടുക്കും. സമീപത്തെ 4 വീടുകളിലാണ് വെള്ളവും ചെളിയും കയറിയത്. കൊച്ചി കടവന്ത്രയിൽ തീ കൊളുത്തി കൊല്ലാൻ ശ്രമം. കൊച്ചി സ്വദേശി ആൻഡപ്പൻ പിടിയിലായിട്ടുണ്ട്. പിറവം സ്വദേശിയായ ജോസഫ് ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. പണം കവർന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് സംഭവം. പുലർച്ചെ 1 മണിയോടെയായിരുന്നു ആക്രമണമുണ്ടായത്. ജോസഫിന് 55% പൊള്ളലേറ്റിട്ടുണ്ട്.
ലോക ഫുട്ബോളിന് യോഗ്യത നേടി പോർച്ചുഗൽ അർമേനിയയെ 9-1 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ ലോകകപ്പ് ഉറപ്പിച്ചത്. ജിയോ നെവസിന്റെയും ബ്രൂണോ ഫെർണാണ്ടസിന്റെയും ഹാട്രിക്കിലായിരുന്നു പോർച്ചുഗലിന്റെ കുതിപ്പ്. റെനാറ്റോ വേഗ, ഗോൺസാലോ റാമോസ്, ഫ്രാൻസിസ്കോ കൊൺസൈസാവോ എന്നിവരും ലക്ഷ്യം കണ്ടു. കഴിഞ്ഞ കളിയിൽ അയർലൻഡിനോട് തോറ്റതിന്റെ ക്ഷീണമാണ് പോർച്ചുഗൽ സ്വന്തം തട്ടകത്തിൽ തീർത്തത്. അയർലൻഡുമായുള്ള കളിയിൽ ചുവപ്പ് കാർഡ് കിട്ടിയതോടെ സൂപ്പർ താരവും ക്യാപ്റ്റനുമായ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇല്ലാതെയാണ് പോർച്ചുഗൽ കളത്തിലിറങ്ങിയത്. ലോകകപ്പ് യോഗ്യത നേടുന്ന 31ാം ടീമാണ് പോർച്ചുഗൽ. ഇനി 17 ടീമുകൾക്ക് കൂടി അവസരമുണ്ട്. അടുത്ത വർഷം അമേരിക്കയിലും കാനഡയിലും മെക്സിക്കോയിലുമായി നടക്കുന്ന ലോകകപ്പിൽ ആകെ 48 ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. ഉച്ചവാർത്ത പൂർത്തിയാകുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ തുടരും. നമസ്കാരം.